Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, The Toilet by Gesina Malop, Unit 2, Winds of Change, 9th Standard English, New Textbook, Kerala Syllabus. Gesina Malop is a South African storyteller, writer, playwright and actress. അപ്പോൾ ഗസീന മലോപ്പ് ഒരു സൗത്ത് ആഫ്രിക്കൻ സ്റ്റോറി ടെല്ലറാണ്, ഒരു കഥ പറയുന്ന ആളാണ്, അതുപോലെ എഴുത്തുകാരിയാണ്, നാടകകൃത്താണ്, അതുപോലെ ഒരു നടിയാണ് എന്നാണ് പറയുന്നത്. ഷി വർക്ക്ഡ് ആസ് എ ന്യൂസ് റീഡർ അറ്റ് ദ പ്രസ് ട്രസ്റ്റ് ആൻഡ് BBC റേഡിയോ. അപ്പോൾ ഗസീന മലോപ്പ് BBC റേഡിയോയിൽ അതുപോലെ പ്രസ് ട്രസ്റ്റിലൊക്കെ വാർത്ത വായിക്കുന്ന ഒരാളായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. The Toilet by Gesina Malop. Sometimes I wanted to give up and be a good girl who listened to her elders. ചില സമയങ്ങളിൽ മുതിർന്നവർ പറയുന്നതൊന്നും ഞാൻ കേൾക്കാറില്ല. അവർ പറയുന്ന ആ ഒരു നല്ല കുട്ടിയാവാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. മേ ബി ഐ ഷുഡ് ഹാവ് ഡൺ സംതിങ് ലൈക്ക് ടീച്ചിങ് ഓർ നഴ്സിംഗ് ആസ് മൈ മദർ വിഷ്ഡ്. എൻ്റെ അമ്മ ആഗ്രഹിച്ചിരുന്നത് ഞാനൊരു ടീച്ചർ ആവാനായിരുന്നു, അല്ലെങ്കിൽ ഒരു നേഴ്സ് ആവാനായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. പീപ്പിൾ തോട്ട് ദീസ് പ്രൊഫഷൻസ് വർ റെസ്പെക്റ്റബിൾ. ആളുകൾ വിചാരിച്ചിരുന്നത് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു നേഴ്സ് എന്ന് പറയുന്നത് വളരെ ബഹുമാനിക്കുന്ന ഒരു ജോലിയാണ്, ആളുകളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് നല്ല ഒരു ബഹുമാനം കിട്ടുന്ന ഒരു ജോലിയാണ് എന്നാണ് ആളുകൾ ചിന്തിച്ചിരുന്നത്. ബട്ട് ഐ വാണ്ടഡ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. നൗ ഐ വാസ് നോട്ട് ഷുവർ വാട്ട്. പക്ഷേ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഐ തോട്ട് എ ലോട്ട് അബൌട്ട് ആക്ടിങ്. ഞാൻ ആക്ടിങ്ങിനെ കുറിച്ചിട്ട് ഒരു നടിയാവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് അഭിനയിക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് ചിന്തിച്ചു. മൈ മദർ സെഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ എ വേസ്റ്റ് ഓഫ് മണി എഡ്യൂക്കേറ്റിംഗ് മീ. അമ്മ എന്നെക്കുറിച്ച് പറയാറ്, നിന്നെ പഠിപ്പിച്ചിട്ട് ആ ക്യാഷ് വെറുതെ കളയാണ് എന്നാണ് അമ്മ പറയാറ്. ബിക്കോസ് ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു വിത്ത് ദ നോളജ് ഐ ഹാഡ് അക്വയർഡ്. ഞാൻ നേടിയിട്ടുള്ള ആ ഒരു അറിവ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് അമ്മ അങ്ങനെ പറയുന്നത്. I would come to Johannesburg for the December holidays after writing my metric exam and then stayed on hoping to find something to do. അങ്ങനെ ഞാൻ എൻ്റെ മെട്രിക് എക്സാം കഴിഞ്ഞതിന് ശേഷം ഡിസംബർ ഹോളിഡേയ്സിൽ ഞാൻ ജോഹൻസ്ബർഗിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഞാൻ കരുതുന്നുണ്ട്. My elder sister worked in Orange Grove as a domestic worker and I stayed with her in her back room. എൻ്റെ എൽഡർ സിസ്റ്റർ അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഓറഞ്ച് ഗ്രോവിലാണ് അവൾ ജോലി ചെയ്യുന്നത്. ഓറഞ്ച് ഗ്രോവ് എന്ന് പറഞ്ഞാൽ ജോഹൻസ്ബർഗിലുള്ള ഒരു പ്ലേസാണ്. അവിടെ ഒരു ഡൊമസ്റ്റിക് വർക്കറായിട്ട്, അതായത് വീട്ടു ജോലി ചെയ്യുന്ന ഒരാളായിട്ടാണ് അവിടെ അവളുള്ളത്. അവളുടെ കൂടെ ആണ് ഞാൻ നിൽക്കാൻ പോകുന്നത് ജോഹൻസ്ബർഗിൽ. ഐ ഡിഡൻറ്റ് നോ എനിബഡി ഇൻ ജോഹൻസ്ബർഗ് എക്സെപ്റ്റ് മൈ സിസ്റ്റർ ഫ്രണ്ട്സ് ഹൂ വി വെൻറ്റ് ടു ചർച്ച് വിത്ത്. ഐ വാസ് വെരി ബോർഡ് ആൻഡ് ലോൺലി. എനിക്ക് അവിടെ ആരെയും അറിയില്ല ജോഹൻസ്ബർഗിൽ. എൻ്റെ സിസ്റ്ററിൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് മാത്രമേ അറിയുള്ളൂ. അവരുമായിട്ടാണ് ഞാൻ ചർച്ചിലേക്കൊക്കെ പോവാറുള്ളത്. അവിടെ എനിക്ക് ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്തു, ഭയങ്കര ബോറായിട്ട് തോന്നി. കാരണം ആരുമായിട്ടൊരു പരിചയമില്ലല്ലോ. ഓൺ വീക്ക് ഡേയ്സ് ഐ വാസ് ലോക്ക്ഡ് ഇൻ മൈ സിസ്റ്റേഴ്സ് റൂം സോ ദാറ്റ് ദ മാഡം വുഡിൻറ്റ് സീ മീ. അങ്ങനെ വീക്ക് ഡേയ്സിൽ എൻ്റെ സിസ്റ്റർ എന്നെ അവളുടെ റൂമിൽ എന്നെ ലോക്ക് ചെയ്തിടും. കാരണം അവിടുത്തെ മാഡം എന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ കുട്ടിയും ബ്ലാക്ക് ആയിരുന്നു, കറുത്ത വർഗ്ഗക്കാരിൽ പെട്ടിട്ടുള്ളതായിരുന്നു. അവിടെ ഉള്ളതൊക്കെ വൈറ്റ് പീപ്പിൾ ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അപ്പം മാഡം കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവളങ്ങനെ ലോക്ക് ചെയ്തിടുന്നത്. ഷി വാസ് അറ്റ് ഹോം മോസ്റ്റ് ഓഫ് ദ ടൈം പെയിൻറ്റിങ് ഹർ നെയിൽസ്, ഹാവിങ് ടീ വിത്ത് ഹർ ഫ്രണ്ട്സ് ഓർ ലൈങ് ഇൻ ദ സൺ ബൈ ദ പൂൾ. അപ്പോൾ ഈ മാഡം വൈറ്റ് പീപ്പിളാണ്. അപ്പോൾ അവർ എപ്പോഴും വീട്ടിൽ തന്നെയാണ് ഉണ്ടാകാറ്. അവരുടെ ജോലി എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നെയിൽസ്, നഖത്തിലൊക്കെ പെയിൻറ്റ് ചെയ്യും. ചില സമയങ്ങളിൽ ചായ കുടിക്കും ഫ്രണ്ട്സുമായിട്ട്, അല്ലെങ്കിൽ പൂളിലൊക്കെ സൂര്യനേറ്റ് ഇങ്ങനെ കിടക്കും എന്നാണ് പറയുന്നത്. The swimming pool was very close to the room, which is why I had to keep very quiet. അപ്പോൾ ആ സ്വിമ്മിങ് പൂള്, മാഡം കിടക്കുന്ന ആ ഒരു സ്വിമ്മിംഗ് പൂൾ എൻ്റെ റൂമിൻ്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സൈലൻ്റ് ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ മാഡം ഞാൻ അവിടെ ഉണ്ട് എന്നറിയും.
My sister felt bad about locking me in there, but she had no alternative. എൻ്റെ സിസ്റ്ററിന് എന്നെ അങ്ങനെ മുറിയിൽ അടച്ചിട്ട് പോകുന്നതിൽ വളരെയധികം വിഷമമുണ്ട്, പക്ഷെ അവൾക്ക് വേറൊരു വഴിയില്ല. I couldn't even play the radio, so she brought me books, old magazines and newspapers from the white people. എനിക്ക് അവിടെ ഒരു റേഡിയോ പോലും വെക്കാൻ കഴിയില്ല, കാരണം റേഡിയോയുടെ ശബ്ദം കേട്ട് മാഡം അറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ സിസ്റ്റർ എനിക്ക് വൈറ്റ് പീപ്പിളിൻ്റെ അടുത്ത് നിന്ന് ബുക്സ്, മാഗസിൻസ്, ന്യൂസ് പേപ്പറൊക്കെ കൊണ്ടുവന്ന് തരാറുണ്ട്. ഐ ജസ്റ്റ് റീഡ് എവറി സിംഗിൾ തിങ് ഐ കെം അക്രോസ്. Fair Lady, Women's Weekly, anything. But then my sister thought I was reading too much. ഞാൻ ചില കാര്യങ്ങളൊക്കെ മാത്രമേ വായിക്കാറുള്ളൂ. ഫെയർ ലേഡി, വുമൻസ് വീക്കിലി ഒക്കെ ആണ് ഞാൻ വായിക്കുന്നത്. പക്ഷേ എൻ്റെ സിസ്റ്റർ വിചാരിക്കുന്നത് ഞാൻ ഒരുപാട് വായിക്കുന്നുണ്ട് എന്നാണ്. Soon I got a temporary job in clothing factory in town which made clothes for ladies boutique. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു താൽക്കാലികമായിട്ടൊരു ജോലി കിട്ടിയ ഒരു ക്ലോത്തിങ് ഫാക്ടറിയിലാണ് എനിക്ക് ജോലി കിട്ടിയത്, ടൗണിലുള്ള. I looked forward to meeting new people and liked the idea of being out of that room for a change. അങ്ങനെ ഞാൻ പുതിയ ആളുകളൊക്കെ മീറ്റ് ചെയ്യാൻ തുടങ്ങി. ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ എനിക്കൊരു ചേഞ്ച് തോന്നി. The factory knocked off at 4:30 and then I went to park near where my sister worked. അപ്പം 4:30 എൻ്റെ ഫാക്ടറി ക്ലോസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ പാർക്കിലേക്ക് പോകും. എൻ്റെ സിസ്റ്റർ ജോലി കഴിഞ്ഞ് എത്തുന്നത് വരെ ഞാൻ അവളെ വെയിറ്റ് ചെയ്യും. I waited there till 6:30 when I could sneak into the house again without the white people seeing me. ഞാൻ അവളെ 6:30 എന്ന് പറഞ്ഞാൽ 5:30 5:30 വരെ ഞാൻ അവളെ വെയിറ്റ് ചെയ്യും. വൈറ്റ് പീപ്പിൾ ഒന്നും കാണാതെയാണ് ഞാൻ വീണ്ടും വീടിനുള്ളിലേക്ക് കയറുന്നത്. ഐ ഹാഡ് ടു ലീവ് ദ ഹൗസ് ബിഫോർ 5:30 in the mornings as well. രാവിലെ ഞാൻ 5:30, അതായത് 4:30 ഞാൻ മോർണിംഗിൽ എഴുന്നേൽക്കും. അപ്പോൾ എഴുന്നേറ്റാലേ എനിക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള വൈറ്റ് പീപ്പിളൊക്കെ എന്നെ കാണും. ദാറ്റ് മീൻ ഐ ഹാഡ് ടു ഫൈൻഡ് സംതിങ് ടു ഡു വിത്ത് ദ ടൈം ഐ ഹാഡ് ബിഫോർ ഐ കുഡ് ക്യാച്ച് ദ 7:30 ബസ് ടു വർക്ക്. പക്ഷേ എനിക്ക് 7:30 എൻ്റെ ജോലി സ്ഥലത്തേക്കുള്ള ബസ് വരുന്നത്. അപ്പോൾ ഒരു 2 hours ഉണ്ട് എനിക്ക്. ഐ വുഡ് ഗോ ടു പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ പാർക്ക്. ഞാൻ ആ ഒരു 2 hours സ്പെൻഡ് ചെയ്യുന്നത് അവിടെയുള്ള ആ ഒരു പബ്ലിക് ടോയ്ലറ്റിലാണ്. ഫോർ സം റീസൺ ഇറ്റ് വാസ് നെവർ ലോക്ക്ഡ്, സോ ഐ വുഡ് ഗോ ഇൻ ആൻഡ് സിറ്റ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റ് ടു റീഡ് സം മാഗസിൻ ഓർ അതർ അണ്ടിൽ ദ റൈറ്റ് ടൈം ടു ക്യാച്ച് ദ ബസ്. അപ്പോൾ എൻ്റെ ബസ് വരുവോളം ഞാൻ എന്ത് ചെയ്യും, ആ ടോയ്ലറ്റിൽ കയറിയിരിക്കും. അത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഭാഗ്യത്തിന്. ഞാൻ അതിൻ്റെ ആ ടോയ്ലറ്റ് സീറ്റിൽ ഇരുന്നിട്ട് മാഗസിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കും ബസ് വരുവോളം. The first time I went into this toilet, I was on my way to the bus stop. Usually I went straight to the bus stop outside the OK Bazaars where it was well lit and I could see. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ടോയ്ലറ്റിലേക്ക് വരുന്നത്. ഞാൻ ആദ്യം ബസ് സ്റ്റോപ്പിലേക്ക് സ്ട്രൈറ്റ് ആയിട്ടാണ് പോയിരുന്നത്, OK ബസാറിൻ്റെ പിറകിലൂടെ. അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോയിരുന്നത്. I would wait there reading or just looking at the growing number of cars and buses on their way to town. ഞാൻ ആദ്യമൊക്കെ ആ റോഡിലൂടെ പോകുന്ന ബസ്സും കാറിനെ കുറിച്ചിട്ടൊക്കെയാണ് ചിന്തിച്ചത്. ഒരുപാട് നമ്പർ ഓഫ് കാർസ് ആൻഡ് ബസ്സസ് ഉണ്ട്, അവരൊക്കെ ടൗണിലേക്കാണ് പോകുന്നത്. ഓൺ ദാറ്റ് ഡേ ഇറ്റ് വാസ് റെയിനിങ് ക്വൈറ്റ് ഹാർഡ്, സോ ഐ തോട്ട് ഐ വുഡ് ഷെൽട്ടർ ഇൻ ദ ടോയ്ലറ്റ് അണ്ടിൽ ദ റെയിൻ പാസ്ഡ്. പക്ഷേ ആ ദിവസം മാത്രം മഴ പെയ്തതുകൊണ്ട് എനിക്ക് മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടോയ്ലറ്റിലേക്ക് പോയത്. ടോയ്ലറ്റിൽ അത്രയും സമയം സ്പെൻഡ് ചെയ്താൽ മഴ പോകും എന്ന് കരുതിയിട്ടാണ്. ഐ നോട്ട് ഫസ്റ്റ് ടു സീ ഇഫ് ദർ വാസ് എനിവൺ ഇൻസൈഡ്. ഞാൻ ടോയ്ലറ്റ് തുറന്ന സമയത്ത് ആരെങ്കിലും അകത്തുണ്ടോ എന്ന് നോക്കി. അസ് ദർ വാസ് നോ റിപ്ലൈ. അപ്പോൾ അവിടെ നിന്ന് റിപ്ലൈ ഒന്നും ഉണ്ടായില്ല. ഐ പുഷ് ദ ഡോർ ഓപ്പൺ ആൻഡ് വെൻറ്റ് ഇൻ. അങ്ങനെ ഞാൻ ടോയ്ലറ്റിൻ്റെ ഡോറ് പുഷ് ചെയ്ത് തള്ളിയിട്ട് ഉള്ളിലേക്ക് കയറി. ഐ ഡിഡ് നോട്ട് ലുക്ക് ലൈക്ക് ഇറ്റ് ഹാഡ് ബീൻ പെയിൻറ്റഡ് ഫോർ എ ഫ്യൂ ഇയേഴ്സ്. കണ്ടിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല ടോയ്ലറ്റ് പെയിൻറ്റ് ചെയ്തിട്ട്. ദ ക്ലോസ് ലിഡ് ഓഫ് ദ ടോയ്ലറ്റ് വാസ് ഗോയിങ് ടു ബി മൈ സീറ്റ് ഓഫ് മെനി മോർണിംഗ്സ് ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം എല്ലാ ദിവസവും രാവിലെ എൻ്റെ സീറ്റായിട്ട് ആ ഒരു ടോയ്ലറ്റ് സീറ്റ് മാറി എന്നാണ് പറയുന്നത്.
I was very lucky to have found that toilet because the winter was very cold. ആ ഒരു ടോയ്ലറ്റ് കിട്ടിയതിൽ ഞാൻ വളരെയധികം ലക്കിയാണ്. കാരണം വളരെ കാലാവസ്ഥ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് ഉള്ളത്. Not that it was any warmer in there, but once I would close the door, it used to be a little less windy. നല്ല ചൂടൊന്നുമില്ല അകത്ത്, ടോയ്ലറ്റിൻ്റെ അകത്ത്. പക്ഷേ എന്നാലും പുറത്ത് നല്ല തണുപ്പാവുന്ന സമയത്ത് ആ ഒരു തണുപ്പ് വല്ലാതെ നമുക്ക് ഏൽക്കില്ല. അങ്ങനെയുള്ള ഒരു ഉപകാരമുണ്ട് ടോയ്ലറ്റിൽ. ഓൾസോ ദ ടോയ്ലറ്റ് വാസ് വെരി സ്മോൾ. ദ വാൾസ് വർ വണ്ടർഫുള്ളി ക്ലോസ് ടു മീ. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് ടു ഫിറ്റ് മീ അലോൺ. ആ ഒരു ടോയ്ലറ്റ് ചെറുതായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ഞാനുമായിട്ട് വളരെ ക്ലോസ്ഡ് ആയിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ ഈ ടോയ്ലറ്റ് എന്ന്. ഐ എൻജോയ്ഡ് ദാറ്റ് കൈൻഡ് ഓഫ് പ്രൈവസി. ആ ഒരു ടോയ്ലറ്റിനുള്ളിലുള്ള ആ ഒരു സ്വകാര്യത, ആ ഒരു പ്രൈവസി ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. ഐ ഡിഡ് എ ലോട്ട് ഓഫ് തിങ്കിങ് വൈൽ ഐ സാറ്റ് ഓൺ ദയർ ടോയ്ലറ്റ് സീറ്റ്. ഞാൻ ആ ഒരു ടോയ്ലറ്റ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ചിന്തിച്ചു. ഐ ഡിഡ് എ ലോട്ട് ഓഫ് ഡേ ഡ്രീമിങ് ടു. ഞാൻ ഒരുപാട് ദിവാസ്വപ്നങ്ങൾ കണ്ടു. Many times imagining myself in some big hall doing a really popular play with other young actors. ഒരുപാട് പുതിയ ആക്ടേഴ്സുമായിട്ട് ഒരു നാടകത്തിൽ അഭിനയിക്കുന്നതായിട്ടൊക്കെ ഞാൻ ഡ്രീം ചെയ്യാൻ തുടങ്ങി. ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. ഐ വുഡ് സിറ്റ് ദർ ഡ്രീമിങ്. അങ്ങനെ ഞാൻ ആ ടോയ്ലറ്റ് സീറ്റിൽ ഇരുന്നിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് ആസ്കിങ് മൈസെൽഫ് വൈ ഐ ഹാഡ് നോട്ട് റിട്ടേൺ എനിത്തിങ് സിൻസ് ഐ ലെഫ്റ്റ് സ്കൂൾ. അങ്ങനെ ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ നിന്ന് പോന്നതിന് ശേഷം ഒന്നും എഴുതാതിരുന്നത്. അറ്റ് ലീസ്റ്റ് അറ്റ് സ്കൂൾ ഐ ഹാഡ് റിട്ടേൺ സം പോംസ് ഓർ സ്റ്റോറീസ് ഇൻ ദ സ്കൂൾ മാഗസിൻ ആൻഡ് അതർ മാഗസിൻസ് ആൻഡ് ഓൾസോ ഫോർ സ്കൂൾ കോമ്പറ്റീഷൻസ്. സ്കൂളിലായിരുന്ന സമയത്ത് കുറച്ച് സ്റ്റോറീസും പോംസൊക്കെ എഴുതിയിരുന്നു, സ്കൂളിലെ മാഗസിന് വേണ്ടിയിട്ടും സ്കൂൾ കോമ്പറ്റീഷൻസിനൊക്കെ. അവർ ഇംഗ്ലീഷ് ടീച്ചർ വാസ് ഓൾവേസ് സോ എൻകറേജിങ്. എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു എൻ്റെ എഴുത്തിന്. I remember the day I showed him my first poem. I was so excited I couldn't concentrate in class for the whole day. ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ് എൻ്റെ ആ ഒരു ആദ്യത്തെ ദിവസം. ഞാൻ ആദ്യമായിട്ട് എഴുതി ഒരു പോയം, ഒരു കവിത എഴുതിയിട്ട് എൻ്റെ ഇംഗ്ലീഷ് ടീച്ചറെ കാണിച്ച സമയത്ത് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് അന്നത്തെ ദിവസം മൊത്തം ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. I didn't know anything about publishing then, and I didn't ask myself if my stories were good enough. എനിക്ക് എങ്ങനെയാണ് ഈ സ്റ്റോറീസും പോംസൊക്കെ പബ്ലിഷ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതുപോലെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടില്ല എൻ്റെ സ്റ്റോറീസ് നല്ലതാണോ എന്ന്. ഐ ജസ്റ്റ് എൻജോയ്ഡ് റൈറ്റിംഗ് തിങ്സ് ഡൗൺ വെൻ ഐ ഹാഡ് ദ ടൈം. ഞാൻ ജസ്റ്റ് എനിക്ക് ടൈം കിട്ടുന്ന സമയത്തൊക്കെ എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഒരു മൊമെൻറ്റ്. സോ വൺ ഫ്രൈഡേ ആഫ്റ്റർ ഐ വാസ് സ്റ്റാർട്ടഡ് ബീയിങ് ദ ടോയ്ലറ്റ് ബസ് കസ്റ്റമർ, ഐ ബോട്ട് മൈസെൽഫ് എ നോട്ട്ബുക്ക് ഇൻ വിച്ച് ഐ വാസ് ഹോപ്പിംഗ് ടു റൈറ്റ് സംതിങ്. അങ്ങനെ ഞാൻ ഈ ഒരു ടോയ്ലറ്റിൽ സ്ഥിരം കസ്റ്റമറായിട്ട് മാറി. അങ്ങനെ ഞാനൊരു നോട്ട്ബുക്ക് വാങ്ങാൻ തീരുമാനിച്ചു, എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. ഐ ഡിഡ്ന്റ് യൂസ് ഇറ്റ് ഫോർ ക്വൈറ്റ് എ വൈൽ അണ്ടിൽ വൺ ഈവനിങ്. അങ്ങനെ ഞാൻ അതുവരെ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മൈ സിസ്റ്റർ ഹാഡ് ടേക്കൺ ഹർ യൂഷ്വൽ തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ ഓഫ് ആൻഡ് ഷീ ഹാഡ് ബീൻ ഡിലേഡ് സംവെയർ. അങ്ങനെ എൻ്റെ സിസ്റ്റർ തേഴ്സ്ഡേ എൻ്റെ സിസ്റ്ററിന് ആഫ്റ്റർനൂണിൽ ഓഫാണ്, അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് താമസിച്ചാണ് എത്തുക. ഐ കെയിം ബാക്ക് ഫ്രം വർക്ക് ദെൻ വെയിറ്റഡ് ഇൻ ദ പാർക്ക് ഫോർ ദ റൈറ്റ് ടൈം ടു ഗോ ബാക്ക് ഇൻ ടു ദ യാർഡ്. ഞാനങ്ങനെ എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ അവളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The white people always had their supper at 6:30, and that was the time I used to steal my way in without disturbing them or being seen. അതായത് അവിടെയുള്ള വെള്ളക്കാർ 6:30ക്കാണ് അവർ ഫുഡ് സപ്പർ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്താണ് ഞാൻ റൂമിലേക്ക് കയറുന്നത്. അപ്പോൾ എന്നെ ആരും കാണില്ല. മൈ കമ്മിങ്സ് ആൻഡ് ഗോയിങ്സ് ഹാഡ് ടു സീക്രട്ട് ബിക്കോസ് ദേ സ്റ്റിൽ ഡിഡ്ന്റ് നോ ഐ സ്റ്റേഡ് ദർ. അപ്പം ഞാൻ വരുന്നത് അവരുടെ സപ്പർ ടൈമിലാണ്, പോകുന്നത് മോർണിംഗ് ഏർലി മോർണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അവരാരും എന്നെ കാണാറില്ല. I realized that she hadn't come back and decided to sit down in front of her room where I thought I wouldn't be noticed. അങ്ങനെ ഞാൻ മനസ്സിലാക്കി അവളിപ്പോഴൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ റൂമിൻ്റെ മുമ്പിൽ ഇരിക്കാൻ തുടങ്ങി. I was reading a copy of Drum magazine hoping that she would come back soon before that dog sniffed.
ഞാനങ്ങനെ ഡ്രം മാഗസിൻ്റെ ഒരു കോപ്പി വായിക്കാൻ തുടങ്ങി. അവളിപ്പോൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ. ബിഫോർ ദ ഡോഗ്സ് സ്നിഫ്ഡ് മീ ഔട്ട്. അവിടെ 2 ഡോഗ്സ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ മണം പിടിച്ചു വരുന്നതിന് മുമ്പ് അവൾ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. I was trying hard to concentrate on my reading when I heard 2 dogs playing, chasing each other nearer and nearer to where I was sitting. അങ്ങനെ ഞാൻ എൻ്റെ വായനയിൽ മുഴുകിയിരിക്കാൻ ഞാൻ ശ്രമിച്ചു. ആ സമയത്താണ് ഞാൻ കാണുന്നത് 2 ഡോഗ്സ് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് അവർ പരസ്പരം ചേസ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് ഞാൻ കണ്ടു. ആൻഡ് ദെൻ they were in front of me looking as surprised as I was. For a brief moment we stared at each other. അങ്ങനെ അവർ എൻ്റെ മുമ്പിലെത്തി. അങ്ങനെ ഞങ്ങൾ പരസ്പരം തുറച്ചു നോക്കാൻ തുടങ്ങി. ദെൻ they started to bark at me. എന്നെ കണ്ടതും അവർ കുരച്ച് ചാടാൻ തുടങ്ങി. I was sure they would tear me to pieces if I moved just one finger. So I sat very still, trying to not to look at them. അങ്ങനെ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു നിമിഷം ഒരു ഫിംഗർ അനക്കിയാൽ അവരെന്നെ വലിച്ചു കീറും എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അതേപോലെ തന്നെ അവിടെ നിന്നു. while my heart pounded and my mouth went dry as paper. അങ്ങനെ എൻ്റെ വായൊക്കെ ഉണങ്ങിപ്പോയി പേടിച്ചിട്ട്. ദെൻ the madam's high pitched voice rang out about the dogs barking. അപ്പോഴാണ് ആ ഒരു വൈറ്റ് പീപ്പിളായിട്ടുള്ള ആ ഒരു മാഡത്തിൻ്റെ വലിയൊരു സൗണ്ട് കേൾക്കുന്നത്. ആരെയോ വിളിക്കുന്നുണ്ട് ഈ ഡോഗ്സിൻ്റെ കരച്ചിൽ കേട്ടിട്ട്, കുര കേട്ടിട്ട്. ഐറീൻ, ദാറ്റ്സ് മൈ സിസ്റ്റേഴ്സ് ഇംഗ്ലീഷ് നെയിം വിച്ച് വി നെവർ യൂസ്. അതെൻ്റെ സിസ്റ്ററുടെ പേരാണ് ആ മാഡം വിളിക്കുന്നത്. അത് ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറില്ല നെയിം. ഐ കുഡിൻ മൂവ് ഓർ ആൻസർ ദ കോൾ. എനിക്ക് അവർ വിളിക്ക് ഉത്തരം നൽകാനോ എനിക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യാനോ കഴിഞ്ഞില്ല. ദ ഡോഗ്സ് were standing right in front of me, their teeth so threateningly long. When there was no reply, she came to see what was going on. അങ്ങനെ ഈ ഡോഗ്സ് എൻ്റെ മുമ്പിൽ അവരുടെ പല്ലുകളൊക്കെ മുന്നോട്ട് വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ, എന്നെ പേടിപ്പെടുത്തുന്ന തരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ഒരു റിപ്ലൈ നൽകാൻ കഴിഞ്ഞില്ല. ഓ ഇറ്റ്സ് യു, ഹലോ. ദെൻ ദ ഡോഗ് സ്റ്റോപ്ഡ് ബാർക്കിംഗ് ബട്ട് ദേ ഹാഡൻ മൂഡ്. ദേ വർ സ്റ്റിൽ ഗ്രോളിംഗ് അറ്റ് മീ. ഓ ഇത് നീയായിരുന്നോ, ഹലോ എന്ന് ആ മാഡം ചോദിക്കുകയാണ്. ആ സമയത്ത് ആ ഡോഗ്സ് കുറെ നിർത്തി. പക്ഷെ അവരവിടെ നിന്ന് മൂവ് ചെയ്തിട്ടില്ല, അവരവിടെ തന്നെ നിൽക്കുകയാണ്. പ്ലീസ് മാഡം, ദ ഡോഗ്സ് വിൽ ബൈറ്റ് മീ, ഐ പ്ലീഡഡ്, നോട്ട് മൂവിങ് മൈ ഐസ് ഫ്രം ദം. എന്നെ രക്ഷപ്പെടുത്തൂ, ഈ ഡോഗ്സ് എന്നെ കടിക്കും എന്ന് അവൾ പ്ലീഡഡ് മീൻസ് അവൾ അപേക്ഷിക്കുകയാണ്. നോ ദേ വോണ്ട് ബൈറ്റ് യു, വെൻ ഡിഡ് യു കം ഇൻ, വി ഡിഡ്ന്റ് സീ യു. അവരൊരിക്കലും നിന്നെ കടിക്കില്ല. നീ എപ്പോഴാണ് വന്നത്, ഞങ്ങളൊന്നും നിന്നെ കണ്ടില്ലല്ലോ. I have been here for some time now. My sister is in here. I am waiting to talk to her. ഞാൻ കുറച്ച് നേരമായി വന്നിട്ട് എൻ്റെ സിസ്റ്ററിനെ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് അവളോട് സംസാരിക്കാനുണ്ട്. ഓ ഷീസ് നോട്ട് ഹിയർ, ഐ ക്യാൻ ഗിവ് ഹർ എ മെസ്സേജ്, യു ഗോ ഓൺ ഹോം, ഐ വിൽ ടെൽ ഹർ ദാറ്റ് യു വാണ്ട് ടു സീ ഹർ. ഓ അവളിവിടെ ഇല്ലല്ലോ, അവൾക്ക് ഞാനൊരു മെസ്സേജ് ചെയ്യാം, നീ ഇവിടെ വന്നിട്ടുണ്ട് നിന്നെ കാണാൻ. Every morning I had to wake up straight away, roll my bedding and put it all under the bed where my sister was sleeping. എല്ലാ മോർണിംഗിലും എൻ്റെ സിസ്റ്റർ എണീക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ബെഡൊക്കെ റോൾ ചെയ്ത് എൻ്റെ സാധനങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ വെച്ച് ഞാൻ അവിടുന്ന് എഴുന്നേൽക്കും. I was not supposed to put on the light although it was still dark. I would light a candle and tiptoe my way out with a soap dish and a toothbrush. I would do everything and be off premises by 5:30 with my shoes in my bag. I only put them on once I was safely out of the gate. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ വസ്തുക്കളും എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങും ഏർലി മോർണിംഗിൽ, എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേ. തിങ്കിങ് അബൌട്ട് ഓൾ ദീസ് തിങ്സ് took my mind away from the biting cold of the night and my wet nose until I saw my sister walking towards me. അങ്ങനെ ഞാൻ പല കാര്യങ്ങൾ ചിന്തിച്ചിങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു തണുപ്പ്, ആ ഒരു നൈറ്റിലെ ഒരു തണുപ്പ് ഒന്നും എനിക്ക് ഏൽക്കുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ സിസ്റ്റർ എൻ്റെ അടുത്തേക്ക് വരുന്നത് വരെ. മോളോ വാട്ട് ആർ യു ഡൂയിങ് ഔട്ട്സൈഡ് ഇൻ ദ സ്ട്രീറ്റ്. അപ്പോൾ സിസ്റ്റർ വിളിച്ചു പറയാണ്, നീ എന്താണ് അവിടെ ചെയ്യുന്നത്. ഷീ ഗ്രീറ്റഡ് മീ. ഐ ക്വിക്ക്ലി ബ്രീഫ്ഡ് ഹെർ ഓൺ വാട്ട് ഹാഡ് ഹാപ്പൻ. ആ സമയത്താണ് ഞാൻ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്.
or what were you doing inside in the first place? You should have waited for me so we could walk together. Then I could say you were visiting or something. Now you tell me what I am supposed to say to them if they see you come in again. നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? നിനക്ക് എന്നെ വെയിറ്റ് ചെയ്താൽ പോരായിരുന്നോ? എന്നാൽ നമുക്ക് രണ്ട് പേർക്ക് ഒരുമിച്ച് വന്നിട്ട് അവരോട് പറയായിരുന്നു നീ എന്നെ കാണാൻ വന്നതാണെന്ന്. ഇതിപ്പോൾ നീ തന്നെ പറഞ്ഞില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റർ പറഞ്ഞു. She walked angrily towards the gate with me hesitantly following her. അങ്ങനെ സിസ്റ്ററിന് ഭയങ്കര ദേഷ്യം വന്ന് അവൾ വളരെ ദേഷ്യത്തോടെയാണ് പോകുന്നത്. ഞാൻ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. I mumbled my apologies and followed her in. ഞാൻ അവളോട് മാപ്പ് ഒക്കെ ചോദിക്കുന്നുണ്ട്. മാഡം എന്നെ കണ്ടതാണല്ലോ അതുകൊണ്ട്. By some miracle no one seemed to have noticed us and we quickly munched a sneak of cold chicken and boiled potatoes and drank our tea hardly on speaking terms. അങ്ങനെ ഭാഗ്യത്തിന് ഞങ്ങൾ ആരെയും കണ്ടില്ല. ഞങ്ങൾ പെട്ടെന്ന് കോൾഡ് ചിക്കനും ബോയിൽഡ് പൊട്ടാറ്റോസൊക്കെ ചായയൊക്കെ കുടിക്കാൻ തുടങ്ങി. ഐ വിഷ് സംബഡി വുഡ് കം ആൻഡ് ബി മൈ ഫ്രണ്ട് ആൻഡ് ടെൽ മീ ദാറ്റ് ഐ വാസ് നോട്ട് യൂസ്ലെസ് ആൻഡ് ദാറ്റ് മൈ സിസ്റ്റർ ഡിഡ് നോട്ട് ഹേറ്റ് മീ ആൻഡ് ടെൽ മീ ദാറ്റ് വൺ ഡേ ഐ വുഡ് ഹാവ് എ നൈസ് പ്ലേസ് ടു ലിവ് എനിത്തിങ്. ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ് ആരെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രണ്ടായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും യൂസ്ലെസ് അല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ എൻ്റെ സിസ്റ്റർ ഒരിക്കലും എന്നെ ഹെയ്റ്റ് ചെയ്തിട്ടില്ല. അവൾക്ക് എപ്പോഴും ഒരു ശുഭപ്രതീക്ഷയായിരുന്നു ഞാൻ നല്ലൊരു സ്ഥലത്ത് എത്തിപ്പെടും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ എൻ്റെ സിസ്റ്റർക്ക് ഉണ്ടായിരുന്നു. ദ നെക്സ്റ്റ് മോർണിംഗ് ഐ വോക്ക് അപ്പ് ലോങ് ബിഫോർ ദ അലാം വെൻറ്റ് ഓഫ്. അടുത്ത ദിവസം രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു അലാം അടിക്കുന്നതിന് മുന്നേ. Some kind of pain within pushed me to do everything at double speed and run to my toilet. അങ്ങനെ എൻ്റെ മനസ്സിൽ വേദനയും സങ്കടമൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡബിൾ സ്പീഡിൽ ചെയ്തു. അങ്ങനെ ഞാൻ ടോയ്ലറ്റിലേക്ക് ഓടി. I called to my toilet because that is exactly how I felt about it. I felt my spirits really lifting as I put on my shoes outside the gate. അങ്ങനെ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ആത്മാവ് എവിടെയോ പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. I made sure that my notebook was in my bag. അങ്ങനെ എൻ്റെ നോട്ട്ബുക്ക് എൻ്റെ ബാഗിലുണ്ടെന്ന് ഞാൻ ഉറപ്പ് വരുത്തി. I was walking faster and my feet were feeling lighter all the time. ഞാനങ്ങനെ ധൃതിയിൽ ടോയ്ലറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. And I noticed that the door had been painted. ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് ടോയ്ലറ്റിൻ്റെ ഡോറ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. And that a new window pane had replaced the old broken one. അപ്പോൾ വിൻഡോ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി പുതിയ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഐ സ്മൈൽഡ് ടു മൈസെൽഫ് ആസ് ഐ റീച്ച്ഡ് ദ ഡോർ. ബിഫോർ ലോങ് ഐ വാസ് സിറ്റിംഗ് ഓൺ ദാറ്റ് ടോയ്ലറ്റ് സീറ്റ് റൈറ്റിംഗ് എ പോം. അങ്ങനെ ടോയ്ലറ്റിലെത്തിയപ്പോൾ എനിക്ക് ഞാൻ തന്നെ എൻ്റെ ഉള്ളിൽ ചിരിക്കാൻ തുടങ്ങി. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഞാൻ അങ്ങനെ ആ ടോയ്ലറ്റ് സീറ്റിലിരുന്ന് ഒരു പോം എഴുതി. മെനി മോർ മോർണിംഗ്സ് സോ മീ സിറ്റിംഗ് ദ റൈറ്റിംഗ്. എല്ലാ മോർണിംഗ്സിലും ഞാൻ ഇവിടെ ഇരുന്നിട്ട് എഴുതാറുണ്ട്. സംടൈംസ് ഇറ്റ് ഡിഡ് നോട്ട് നീഡ് ടു ബി എ പോം. ചില സമയത്ത് പോയൊന്നല്ല എഴുതാറ്. ഐ റോട്ട് എനിത്തിങ് ദാറ്റ് കം ടു മൈ ഹെഡ്. എൻ്റെ തലയിൽ വരുന്നത് എന്താണോ അതൊക്കെ എഴുതാറുണ്ട്. ഇൻ ദ സെയിം വേ ഐ വുഡ് ഹാവ് ഡൺ ഇഫ് ഐ ഹാഡ് എ ഫ്രണ്ട് ടു ടോക്ക് ടു. ഐ റിമെമ്പർ സം ഡേയ്സ് വെൻ ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ഹൈഡിങ് സംതിങ് ഫ്രം മൈ സിസ്റ്റർ. ഈ ടോയ്ലറ്റ് എനിക്കൊരു ഫ്രണ്ടിനെ പോലെയാണ് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നത്. ചില സമയത്ത് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തുനിന്ന് പോലും ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാറുണ്ട്. ഷീ ഡിഡ് നോട്ട് നോ അബൌട്ട് മൈ ടോയ്ലറ്റ് ഇൻ ദ പാർക്ക്. അവൾക്കറിയില്ല പാർക്കിലുള്ള ടോയ്ലറ്റിൽ ഞാനിങ്ങനെ വന്നിരിക്കാറുണ്ടെന്നും. ആൻഡ് ഷി വാസ് നോട്ട് ഇൻ ദ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ മൈ നോട്ട് ബുക്ക്. അവൾ ഞാൻ എഴുതുന്ന എഴുത്തുകളൊന്നും ശ്രദ്ധിക്കാറില്ല. അവൾക്ക് എൻ്റെ നോട്ട് ബുക്കൊന്നും അത്ര ഇൻട്രസ്റ്റഡ് അല്ല. Then one morning I wanted to write a story about what had happened to at work the day before. ഒരു മോർണിംഗിൽ ഞാനങ്ങനെ ഒരു സ്റ്റോറി എഴുതാൻ തീരുമാനിച്ചു. അതായത് കഴിഞ്ഞ ദിവസം എൻ്റെ ജോലി സ്ഥലത്തൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചിട്ട്. ദ സൂപ്പർവൈസർ സ്ക്രീമിങ് അറ്റ് മീ ഫോർ നോട്ട് കോളിങ് ഹെർ വെൻ I had seen the people who stole 2 dresses at lunch time.
എൻ്റെ സൂപ്പർവൈസർ എന്നെ സ്ക്രീം ചെയ്തു, എന്നെ അലറി വിളിച്ചു, എന്നെ ദേഷ്യപ്പെട്ടു എന്നോട്. എന്തിനാന്ന് വെച്ചാൽ അവരെ ഞാൻ വിളിച്ചില്ല എന്ന കാരണത്താൽ. അതായത് എൻ്റെ വർക്ക് പ്ലേസിൽ 2 പേര് ഡ്രസ്സുകൾ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. 2 ഡ്രസ്സസ് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ലഞ്ച് ടൈമിൽ. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് സൂപ്പർവൈസറെ ഇൻഫോം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ എന്നോട് ദേഷ്യപ്പെട്ടു. ഇറ്റ് ഓൾ കെയിം ബാക്ക് ടു മീ ആൻഡ് ഐ വാസ് സ്മൈലിംഗ് വെൻ ഐ റീച്ച്ഡ് ഫോർ ദ ഡോർ ബട്ട് ഇറ്റ് വുഡൻ ഓപ്പൺ, ഇറ്റ് വാസ് ലോക്ക്ഡ്. അങ്ങനെ ആ ഒരു സംഭവം എഴുതണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടോയ്ലറ്റിലേക്ക് പോയ സമയത്ത് ടോയ്ലറ്റിലെത്തി ഓപ്പൺ ചെയ്യാൻ നോക്കി, പക്ഷേ ആ ടോയ്ലറ്റിൻ്റെ ഡോർ ലോക്ക്ഡ് ആയിരുന്നു. ഐ തിങ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ആക്സെപ്റ്റഡ് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് മൈൻ ആഫ്റ്റർ ഓൾ. ആ ഒരു നിമിഷം ഞാൻ ആദ്യമായിട്ട് ചിന്തിക്കുകയാണ്. ആ ഒരു മൊമെൻറ്റ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാണ്. ആ ഒരു ടോയ്ലറ്റ് പോലും എൻ്റേതല്ല എന്നുള്ള ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കുകയാണ്. അതായത് കറുത്ത വർഗ്ഗക്കാരെ എത്രത്തോളം അവഗണിക്കുന്നു, അവരെ എത്രത്തോളം ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സ്ലോലി ഐ വാക്ക്ഡ് ഓവർ ടു ദ ബെഞ്ച് നിയർ ബൈ, വാച്ച് ദ ഏർലി സ്പ്രിംഗ് സൺ കം അപ്പ് ആൻഡ് റോഡ് ദ സ്റ്റോറി. എനിവേ, അങ്ങനെ ഞാൻ മെല്ലെ ആ ഒരു ടോയ്ലറ്റിൻ്റെ അപ്പുറത്ത് ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു, അവിടേക്ക് പോയി അവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ സണ്ണ് വരുന്നത് ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് ഞാൻ ആ ഒരു സ്റ്റോറി എഴുതി. Okay, thank you.